രൂപയാക്കി പെൻഷൻ. പിന്നെ ഇപ്പോ ഇതുവരെയായി വിവിധ ബഡ്ജറ്റുകളിലൂടെ വർദ്ധിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന 1600 രൂപ. അപ്പോൾ ഞങ്ങളെ കാലത്ത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി 1000 രൂപയാക്കി. ഞങ്ങൾ 1000 രൂപയാക്കിയ പെൻഷൻ നിങ്ങളുടെ 7 വർഷക്കാലത്തെ ഭരണത്തിലൂടെ 1600 ആക്കി. അപ്പോൾ പെൻഷൻ കൂട്ടിയത് ഞങ്ങളാണോ നിങ്ങളാണോ? കാലോചിതമായ പരിഷ്കാരം ഏറ്റവും കൂടുതൽ വരുത്തിയത് ഞങ്ങളല്ലേ? അപ്പോൾ ആ പെൻഷനെ കുറിച്ചൊന്നും ഞങ്ങളങ്ങനെ ഗീർവാണം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലൂടെ പെൻഷൻ കൊണ്ടുപോയി കൊടുത്ത് വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തിയവരാണ്. പക്ഷെ ചോദിക്കട്ടെ, ഇപ്പം എവിടെ എത്തി? ഇപ്പം ആ പെൻഷൻ സമയത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് എത്ര കാലമായി? ശമ്പളം മര്യാദക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ DA എത്ര കുടിശ്ശികയായി കൊടുക്കാൻ കഴിയുന്നുണ്ടോ? വിവിധ പദ്ധതികളെല്ലാം അവതാളത്തിലായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരുപാടുണ്ട്. അതിന് സംസ്ഥാനത്തിന്റെ വിഹിതം അടക്കാത്തത് കൊണ്ട് ആ പദ്ധതികളൊക്കെ നഷ്ടപ്പെടുകയാണ്. വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം അടക്കാത്തത് കൊണ്ട് ആ പദ്ധതികളൊക്കെ ഈ കേരളക്കരക്ക് നഷ്ടപ്പെടുന്ന ദുസ്സഹമായ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ കേരളം ഏറ്റവും വലിയ സാമ്പത്തിക കെടുതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടക്കെണിയിലാണ് നമ്മൾ. നമ്മുടെ ട്രഷറിയിൽ ഒന്നുമില്ല, കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല. അപ്പൊ കേരളം മുരടിച്ചു നിൽക്കുകയാണ്. നമ്മളുടെ ഒന്നാമത്തെ ചാർജ് ഇവർ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയ ധൂർത്തും തത്വദീക്ഷയില്ലാത്ത ഇവരുടെ പ്രവർത്തനങ്ങൾ മൂലം സാമ്പത്തിക മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരവസ്ഥയുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളം ഇന്നോളം ഭരിച്ച സർക്കാരുകളെല്ലാം കൂടി ഈ കേരളത്തിനുണ്ടാക്കി വെച്ച കടമെന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. 2016 പിണറായി അധികാരത്തിൽ വരുന്നത് വരെ 957 തൊട്ട് ഇന്നോളമുള്ള ഇടത് UDF LDF ഗവൺമെന്റുകളെല്ലാം കൂടി പല സന്ദർഭങ്ങളിലായി എടുത്ത കടം 1.5 ലക്ഷം കോടിയാണ്. എന്നാൽ തുടർന്ന് വന്ന 7.5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിന്റെ പൊതുകടം 4 ലക്ഷം കോടിയായി ഉയർന്നു. അപ്പൊ പിണറായി മാത്രം വാങ്ങിയ കടം, 7.5 കൊല്ലം കൊണ്ട് കേരളത്തിനുണ്ടാക്കിയ കടം, ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും കൂടി 1.5 ലക്ഷം കോടിയാണ് കടമെടുത്തതെങ്കിൽ ഇവര് മാത്രം എടുത്തത് 2.5 ലക്ഷം കോടിയാണ്. എന്നിട്ട് ആ കടമെടുത്ത പണം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ നാടിന് ഉപകാരപ്പെടുന്ന വല്ലതും ചെയ്യാൻ ഇവർക്ക് സാധിച്ചോ? കടമെടുത്ത പണം കൊണ്ട് ധൂർത്ത് നടത്തുകയാണ്. കടമെടുത്ത പണം ധൂർത്തിനാണ് വിനിയോഗിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം പിണറായി വിജയന്റെ വലിയ മുഖം. മറ്റ് മന്ത്രിമാരെ ഒന്നും കാണിക്കാൻ പാടില്ല, ഒരാളെ പാടുള്ളൂ. പത്രത്തിൽ വലിയ പരസ്യം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് 500 കോടിയുടെ പരസ്യമാണിവർ കിഫ്ബി മുഖാന്തരം സംസ്ഥാനത്ത് നടത്തിയത്. ഇപ്പോഴും ആ പരസ്യം നിർബാധം തുടരുകയാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളോട് മുണ്ടുമുറുക്കാൻ പറയുന്ന സർക്കാർ ആദ്യം ചെയ്യണ്ടേ? ഈ പരസ്യത്തിന് കൊടുക്കുന്ന കോടികൾ അവസാനിപ്പിക്കണ്ടേ? ഒരു വികസനവും ചെയ്യാത്ത ഗവൺമെന്റ് കോടികൾ മുടക്കി പരസ്യം ചെയ്യുകയാണ്. ഓരോ സംഗതികളും പരിശോധിച്ചോ. പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ ഇരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവിടെ വനിതാ മതിലുണ്ടാക്കി ഗവൺമെന്റ്. എന്തായിരുന്നു അതിന്റെ കാരണം? ഇവർ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയി മതിൽ നിരത്തി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ്. അത് കണ്ടപ്പോൾ പിണറായി പറഞ്ഞു, ഈ സ്ത്രീകൾ വോട്ട് ചെയ്താൽ മതി, ഞങ്ങൾ ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന്. ആ സ്ത്രീകൾ വോട്ട് ചെയ്തു. പക്ഷെ നിങ്ങൾക്കായിരുന്നില്ല, അത് ഞങ്ങൾക്കായിരുന്നു. നിങ്ങളോടുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെ അവർ രേഖപ്പെടുത്തിയപ്പോ കേരളത്തിൽ 19 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്കെതിരായ തിരയിളക്കമുണ്ടായി, അതിശക്തമായ മുന്നേറ്റമുണ്ടായി. ഇത്തവണ ഞങ്ങൾ പറയുന്നു, ഇപ്പൊ ഈ നവകേരള സദസ് എന്നൊക്കെ പറഞ്ഞ് പിണറായിയും മന്ത്രിമാരും വന്നപ്പോൾ ഇതേപോലെ ഇവരെയൊക്കെ നിർബന്ധിച്ച് ആ സദസ്സിൽ കൊണ്ടുപോയി. അപ്പൊ ആ സദസ്സൊക്കെ കണ്ടപ്പോൾ ഇടതുപക്ഷ സ്നേഹിതന്മാർ പറയാണ്,
വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്ഭുതം സംഭവിക്കും. അന്ന് ഞങ്ങൾക്ക് 19 കിട്ടിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 20 പിടിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണാൻ പോകുന്ന രാഷ്ട്രീയമായ മാജിക്. 20 ഐക്യജനാധിപത്യ മുന്നണി പിടിക്കും. കാരണം അത്രയേറെ ദുസ്സഹമാണ് ഇന്ന് കേരളത്തിലെ ജനജീവിതം എന്ന് ആരോടും പറയേണ്ടതില്ല. ആ വനിതാ മതിലിന് നിങ്ങൾ ചെലവാക്കിയത് 50 കോടി രൂപയാണ്. അതിൻ്റെ പരസ്യത്തിന്, അതിൻ്റെ മറ്റു സംഗതികൾക്ക് നമ്മുടെ ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിച്ചത് 50 കോടിയാണ്. എന്നാൽ ഇപ്പം നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ? ഇനിയൊരു വനിതാ മതിൽ നടത്തിയിട്ട് ആ നവോത്ഥാന മതിലിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കോ? ഇല്ല. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നിങ്ങളുടെ നിലപാട് മാറി. പക്ഷേ നിങ്ങളുടെ നിലപാട് മാറിയെങ്കിലും അന്ന് നമ്മൾ വിനിയോഗിച്ചത് 50 കോടി രൂപയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന്. പിന്നെ 2016 ആദ്യം പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് സീതാറാം യെച്ചൂരി ആ സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ നമ്മുടെ പഴയ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ, ഞാനിന്ന് അദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കാൻ ആളല്ല, കാരണം ഇന്ന് അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷെ രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അന്ന് അച്യുതാനന്ദൻ യെച്ചൂരിയുടെ പോക്കറ്റിൽ ഒരു കടലാസിട്ട് കൊടുത്തു. എന്തായിരുന്നു ആ കടലാസിലുണ്ടായിരുന്ന കുറിപ്പ്? എൻ്റെ കാര്യം എന്തായി എന്നാണ് ചോദ്യം. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ നിങ്ങളുടെ തമ്മിലടി തീർക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി. അച്യുതാനന്ദൻ 30 സ്റ്റാഫ്, ഓഫീസ്, സഹ കമ്മീഷണർമാർ എല്ലാം കൂടി ആ ഭരണപരിഷ്കാര കമ്മീഷൻ 5 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ 100 കോടിയോളം രൂപയാണ് അവർ ചെലവാക്കിയത്. 3 റിപ്പോർട്ടുകൾ കേരള ഗവൺമെന്റിന് കൊടുത്തു. എന്തിനു വേണ്ടി? ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കാനുള്ള റിപ്പോർട്ട്. അച്യുതാനന്ദൻ പറഞ്ഞ പിണറായി കേൾക്കൂല എന്നുള്ളത് മാലോകർക്ക് മുഴുവനും അറിയുന്ന കാര്യമാണ്. ആ റിപ്പോർട്ടിൽ ഒരു വരി പോലും എടുക്കുകയോ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മുടെ ഖജനാവിൽ നിന്ന് 100 കോടിയോളം രൂപ ഈ കാര്യത്തിന് വേണ്ടി നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് പണം അങ്ങനെ വിനിയോഗിക്കുകയാണ്. ഇന്ന് കേരളം ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയുടെ കാലത്താണ് പിണറായിയും 20 മന്ത്രിമാരും കൂടി ഒരു യാത്ര. നവകേരള സദസ്സാണ് പോലും. ആ സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഒരാളിൽ നിന്ന് ഒരു പരാതി നേരിട്ട് വാങ്ങിയോ? ഒരാളിൽ നിന്ന്? ജനസമ്പർക്ക പരിപാടി കേരളം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി ഇന്നും കേരള ജനതയുടെ മനസ്സിൽ മരിക്കാത്ത സുൽത്താനായി ജീവിക്കുന്ന ഉമ്മൻചാണ്ടി, ജനകീയനായ മുഖ്യമന്ത്രി അല്ലേ? ഞങ്ങളൊക്കെ അന്ന് MLA മാരാണ്. ആദ്യമായിട്ട് MLA മാരായ സമയം പാലക്കാട് കോട്ടമൈതാനിയിൽ രാവിലെ 8 മണിക്ക് കട്ടൻ ചായ കുടിച്ച് ഉമ്മൻചാണ്ടി തുടങ്ങുന്ന ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ്. ഓരോരുത്തരുടെ പരാതിയും വാങ്ങി അതിൻ്റെ പുറത്ത് എഴുതുകയാണ്. ആ എഴുത്തിനനുസരിച്ച് അവർക്കുള്ള ഒരു താൽക്കാലിക ആശ്വാസം അവിടെ നിന്ന് തന്നെ കൗണ്ടറിൽ നിന്ന് വിതരണം ചെയ്യുകയാണ്. 10,000 രൂപ, 25,000 രൂപ ചികിത്സാ ചെലവ്, മറ്റ് സൗകര്യങ്ങൾ, മറ്റ് ഉത്തരവുകൾ വേണ്ട കാര്യമാണെങ്കിൽ അത് വേറെ കൗണ്ടറിലേക്ക് പോവുകയാണ്. അത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അന്ന് വൈകുന്നേരത്തിനിടയിൽ ഉത്തരവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുകയാണ്. അതാണ് ജനസമ്പർക്ക പരിപാടി. നിങ്ങൾ അന്നും അതിനെ കളിയാക്കി. പക്ഷേ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, ലോകത്ത് ഇതുപോലെ ഞങ്ങളൊരു ഭരണാധികാരിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വിളിച്ച് ഐക്യരാഷ്ട്രസഭ ആദരിച്ചു. ഈ ജനകീയ ഭരണം ലോകത്തിനൊരു പുതിയ അനുഭവമാണെന്ന് ഐക്യരാഷ്ട്രസഭയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഉമ്മൻചാണ്ടി നടത്തുന്ന ജനസമ്പർക്ക പരിപാടി ലോകത്തിന് തന്നെ പുതുമയാണെന്ന്. 3 വട്ടം ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി. മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പരാതി വാങ്ങി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. തിരക്ക് വല്ലാതെ കൂടുമ്പോൾ ഒപ്പമുള്ള MLA മാരോടും സഹമന്ത്രിമാരോടും പറയും, നിങ്ങളത് നോക്കിയിട്ട് അതിനനുസരിച്ച ധനസഹായം അതിൽ രേഖപ്പെടുത്തണമെന്ന്. ഞാനൊക്കെ ധനസഹായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് തിരക്ക് വല്ലാതെ കൂടിയപ്പോൾ അന്ന് പാലക്കാട് കോട്ടമൈതാനത്ത് ഞാനും ഷാഫി പറമ്പിലും VT ബൽറാമും അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന അച്ചുവേട്ടനും പട്ടാമ്പിയിലെ അന്നത്തെ CP മുഹമ്മദ് MLAയും ഞങ്ങൾ 5 പേര് UDF പേര്, മറ്റവരൊന്നും ബഹിഷ്കരിച്ച് മാറി നിൽക്കണം. ഞങ്ങൾ കൂടെ നിന്ന് ഉമ്മൻചാണ്ടിയെ സഹായിച്ചു. ഇതൊരു പാലക്കാട്ടെ കഥ മാത്രമല്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അന്ന് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ
4-5 കോടി രൂപ സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടാണ് പോയിരുന്നത്. എന്നാൽ ഇതെന്താ സ്ഥിതി? ഇത് കോടി ജനങ്ങൾക്കല്ല, സ്വന്തം നിലക്കായിരുന്നു. 1.5 കോടിൻ്റെ ബസ്സിലാണ് മൂപ്പരും പരിവാരങ്ങളും കറങ്ങിയത് അല്ലേ? എന്തിനാണ് ബസ്സിൽ ഒരു കറങ്ങുന്ന കസേര? പിന്നിലുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കാൻ മുഖ്യമന്ത്രിക്ക് മാത്രം കറങ്ങുന്ന കസേര. കാരണം മുഖ്യമന്ത്രി മുന്നിലേക്ക് ഇരുന്നാൽ ഈ ബാക്കിലുള്ളവർ എന്താ പറയണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇടയ്ക്ക് ഇവരെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരു കറങ്ങുന്ന കസേരയുമായിട്ടാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയതിന് ബദലായി നടത്തിയ നവകേരള സദസ്സിൽ അങ്ങനെ ഒരു ബസ്സുമായിട്ടാണ് വന്നത്. 1.5 കോടിയുടെ ബസ്, ലിഫ്റ്റുള്ള ബസ്. ഇവിടെ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത കാലത്താണ് നിങ്ങൾ ഈ ജാതി ബസ്, ലക്ഷറി ബസ്സിൽ നാട് ചുറ്റാൻ ഇറങ്ങിയത്. എന്നിട്ടോ അതിനെതിരെ എവിടെയെങ്കിലും ഒരു പ്രതിഷേധം വന്നാൽ, കറുപ്പ് കണ്ടാൽ അവരെ തല്ലിച്ചതക്കുകയായിരുന്നു. ഇത് കേരളത്തിൽ കറുപ്പ് കൊടി കാണിക്കുക എന്നുള്ളത്, കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് പുതിയ സംഗതിയാണോ? എത്ര മുഖ്യമന്ത്രിമാർക്ക് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്? എത്ര സന്ദർഭങ്ങളിൽ പ്രതിഷേധത്തിന് കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്? കരിങ്കൊടി കാണിച്ചവരെ നിങ്ങൾ എന്താ ചെയ്തത്? DYFIക്കാർ ചെടിച്ചട്ടി ഉപയോഗിച്ചും ഹെൽമറ്റ് ഉപയോഗിച്ചും കണ്ണൂരിൽ വെച്ചാണ് ആദ്യമായി ക്രൂരമായി മർദ്ദിച്ചത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി പറയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന്. നല്ല ജീവൻ രക്ഷിക്കല. ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും ചെറുപ്പക്കാരുടെ തല തള്ളി പൊളിക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഈ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരുമെന്ന് പറയാ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? DYFIക്കാരോട് ഇനി എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും പ്രതിഷേധത്തിന് വന്നാൽ അവരെ തല്ലിക്കോളൂ എന്ന നിർദ്ദേശം അല്ലേ? അതല്ലേ നടന്നത്? പോലീസിന്റെ വകയും. അദ്ദേഹത്തിന്റെ ഒരു ഗൺമാൻ ഉണ്ട്, ഭ്രാന്ത് പിടിച്ച പോലെ. ഈ ആരെങ്കിലും പ്രതിഷേധത്തിന് വന്നാൽ, യൂത്ത് കോൺഗ്രസ്സുകാർ വന്നാൽ, KSUക്കാർ വന്നാൽ, യൂത്ത് ലീഗ് വന്നാൽ, അതുപോലെ തന്നെ RSPയുടെ, കേരള കോൺഗ്രസിന്റെ ഒക്കെ യുവജന സംഘടനകൾ വന്നാൽ തല്ലിച്ചതക്ക. എന്നിട്ട് എന്താ മുഖ്യമന്ത്രി പറയുന്നത്? ഗൺമാൻ തല്ലാനുള്ളതാണെന്നാ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരേണ്ടെങ്കിൽ നോക്കാനുള്ളതാണ് ഗൺമാൻ, അല്ലാതെ നാട്ടുകാരെ തല്ലാനുള്ളതല്ല അങ്ങയുടെ ഗൺമാൻ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അയാളും നടന്ന് തല്ലിയിരുന്നു. ഇതാണ് ആ യാത്രയിൽ നമ്മൾ കേരളത്തിലുടനീളം കണ്ടത്. ജനാധിപത്യത്തിൽ ജനകീയ മുഖ്യമന്ത്രിമാർ പ്രതിഷേധങ്ങളെ കേൾക്കേണ്ടി വരും. മൂപ്പര് വിചാരിച്ച് രാജാവാണെന്ന്. രാജാവിൻ്റെ കാലത്ത് പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. രാജാവ് എഴുന്നള്ളുമ്പോൾ എല്ലാവരും മാറിക്കൊടുക്കും അല്ലേ? ആ സമയത്ത് തന്നെയാണ് ഇവിടെ ഗവർണറെ SFIക്കാർ പ്രതിരോധിച്ചത്. അവരോട് പോലീസ് കാണിച്ച സമീപനം എന്തായിരുന്നു? വാടാ മക്കളെ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, കാലിൽ മുള്ളു കൊള്ളരുത്, നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ SFIക്കാരെ പോലീസ് കൊണ്ടു നടന്നിരുന്നത്. ആ പോലീസ് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചതച്ചത്. രണ്ടും പ്രതിഷേധമാണ്. പക്ഷേ ഗവർണർ ന്യായീകരിക്കാനൊന്നും ഞങ്ങളില്ല. പക്ഷേ ഗവർണറുടെ പ്രതിഷേധത്തിൽ, ആ പ്രതിഷേധത്തിൽ കാമ്പുണ്ടായിരുന്നില്ല. എന്താ കാരണം? അതിന് കാരണക്കാര് നിങ്ങളാണ്. ഗവർണർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും BJPക്കാരെയും RSSകാരെയും തിരികെ കയറ്റിയെന്നാ പരാതി. എന്താ തിരികെ കയറ്റാനുള്ള കാരണം? ഗവർണർക്കൊരു സെക്രട്ടറി ഉണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു RSSകാരനെ ഗവർണർക്ക് സെക്രട്ടറി ആക്കി കൊടുത്തതാരാ? പിണറായി വിജയനാണ്. ലോകായുക്തയുടെ അധികാരം കുറക്കുന്ന ബില്ല് നിയമസഭ പാസ്സാക്കിയിട്ട് ഗവർണർ ഒപ്പിടാതിരിക്കണം. ആ സമയത്താണ് പിണറായി ഗൾഫിലെ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഗവർണറെ കാണാൻ ചെല്ലുന്നത്. അവിടെ വെച്ച് 2 കരാറിലാണ് ഒപ്പിട്ടത്, 2 സ്ഥലത്താണ് ഒപ്പിട്ടത്. ഗവർണർ പറഞ്ഞു, എനിക്കൊരു ഒപ്പ് അങ്ങയുടേത് ആവശ്യമുണ്ട്. എന്താ? ഈ RSSകാരനായ ഹരി എസ് കർത്തയെ എൻ്റെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് നിങ്ങൾ ഒപ്പിടണം. മുഖ്യമന്ത്രിയിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നാൽ നിങ്ങൾ പാസാക്കിയ ബില്ല് ലോകായുക്തയുടെ കടുപ്പം കുറക്കാൻ, ലോകായുക്തയുടെ വിധി ഞങ്ങൾക്ക് എതിരായി വരാതിരിക്കാൻ, ആ ലോകായുക്തയുടെ അധികാരം എടുത്തു കളയുന്ന ബില്ല് അത് ഗവർണർ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ തമ്മിൽ ബായി ആയി. അങ്ങനെ ഈ ഹരി എസ് കർത്തയാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലയിലേക്കും, അയാൾക്കല്ലേ അറിയുള്ളൂ, UPക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കുണ്ടറയിൽ ആരാണ് സംഘി, ആരാണ് RSS, അല്ലെങ്കിൽ കൊല്ലത്തെ BJP നേതാക്കന്മാരാണെന്ന് അവർക്കറിയില്ല. അതൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന പണിയാണ് ഹരി എസ് കർത്തക്ക്. ഗവർണറുടെ സെക്രട്ടറി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇന്നോളമുള്ള ഗവർണറുടെ സെക്രട്ടറിമാരും സ്റ്റാഫും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരാവും. ഇത് സർക്കാർ ജീവനക്കാരനല്ലാത്ത ഒരാളെ മന്ത്രിമാരെ പേഴ്സണൽ സ്റ്റാഫിൽ വെക്കുന്നത് പോലെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വെച്ചത് കേരള ചരിത്രത്തിൽ പിണറായിയുടെ കാലത്താണ്. അപ്പം നിങ്ങൾ തമ്മിൽ ഒത്തുകളിച്ചതാണ്. അപ്പോൾ RSSകാരെ
ഈ യൂണിവേഴ്സിറ്റികളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. SFIക്കാർ സമരം ചെയ്യേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെയല്ല, അതിന് കാരണക്കാരനായ മുഖ്യമന്ത്രിക്കെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അന്ന് നിങ്ങൾ ചെയ്തതെന്താ? SFIക്കാർക്ക് പോലീസിന്റെ സംരക്ഷണം. എന്നിട്ട് അത് കണ്ടിട്ടല്ലേ ഈ ഗവർണർ റോട്ടുമ്പിലിറങ്ങി റാസ്കിൾ അത് ഇതെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു ഗവർണർ എന്ന് പറയുന്നത് വളരെ ബഹുമാന്യമായ ഒരു പദവിയാണ്. ഗവർണർ സ്ഥാനം വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മൾ ഇവിടെ പറയേണ്ട കാര്യവുമല്ല. എന്നാൽ ആ ഗവർണറുടെ നടപടികളോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഇത് നിങ്ങളുണ്ടാക്കിയ പ്രശ്നമാണ്. ഗവർണർക്ക് ഈ അധികാരം കൊടുത്തത്, ഇതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷമാണ്. ആവശ്യം വരുമ്പോൾ നിങ്ങൾ യോജിക്കും. കണ്ണൂർ VCക്ക് രണ്ടാമതും നിയമനം കൊടുത്തത് മുഖ്യമന്ത്രിയും ഗവർണറും കൂടി ഒത്തല്ലേ കളിച്ചത്? അങ്ങനല്ലേ കൊടുത്തത്? ആ കൊടുത്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? ഗോപിനാഥൻ, രവീന്ദ്രൻ ഗോപിനാഥൻ പറക്കേണ്ടി വന്നില്ലേ ഇവിടുന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്? അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു, അയാളുടെ സ്ഥിരം ജോലി അവിടെയാണ്. അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് കണ്ണൂരിൽ VC ആയിട്ട് വന്നത്. 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒരാൾ VC ആകാൻ പാടില്ല. പക്ഷെ ഇവർ തമ്മിൽ ഒത്തുകളിച്ചു. VC ആകാൻ ഗവർണർ സമ്മതിച്ചു കൊടുത്തു, പിണറായിയുടെ അഭ്യർത്ഥന മാനിച്ച്. പക്ഷെ കോടതി എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ രണ്ടാളും നടത്തിയ അധികാര ദുർവിനിയോഗമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദ്യം ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം അന്ന് പോലീസിന് ആ സമരത്തിൽ പ്രത്യേകമായൊരു നടപടിയായിരുന്നു. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ, UDYFന്റെ പ്രവർത്തകന്മാർക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ, SFIക്കാർക്കെതിരെ ഇതെല്ലാം കൂടി നടന്നിട്ട് കേരളത്തിൽ ഈ നവകേരള സദസ്സുമായി പിണറായിയുടെ ആഹ്വാനപ്രകാരം നടന്ന മുഴുവൻ സംഘടനകളിലും കൂടി 100-ൽ താഴെ കേസ്. അപ്പം ഇരട്ടത്താപ്പല്ലേ പോലീസ് കാണിക്കുന്നത്? എന്നിട്ട് ഈ നവകേരള സദസ്സിൽ ഇവർ വന്ന സ്ഥലങ്ങളിലൊക്കെ UDFന്റെ മണ്ഡലങ്ങളിലൊക്കെ വന്നിട്ട് പറയാണ്, ഇവിടെയുള്ള ഇപ്പോൾ മണ്ണാർക്കാട് വന്നപ്പോൾ പറയാം, ഇവിടുത്തെ MLA കൂടി ഈ ചടങ്ങിൽ വരേണ്ടതായിരുന്നു. അവിടെ വന്നിട്ട് ഒരു വിശേഷമില്ലാന്ന് ഞങ്ങൾക്കറിയാം. വന്നതിൻ്റെ ഗുണം ഞങ്ങൾ ആദ്യം ശൈലജ ടീച്ചറോട് ചോദിച്ച് എങ്ങനെയുണ്ട് ഇതിന് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ആ അനുഭവം ശൈലജ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലേ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ശൈലജ ടീച്ചർക്ക് മട്ടന്നൂരിന് എന്താ കിട്ടിയത്? പ്രസംഗം 5 മിനിറ്റ് നീണ്ടപ്പോൾ ഒരു സഹോദരിയാണ്, ഒരു വലിയ നേതാവാണെന്ന് ഒരു ബഹുമാനം ഉണ്ടായാലും ആ സ്റ്റേജിലിട്ടിട്ട് പിണറായി വിജയൻ അവരെ വല്ലാതെ വഷളാക്കിയില്ലേ? ശൈലജ ടീച്ചറോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ മതി നവകേരള സദസ്സ് എങ്ങനെയുണ്ടെന്ന്. തീർന്നില്ല. കോട്ടയത്തെത്തിയപ്പോൾ നമ്മളെ പഴയ കേരള കോൺഗ്രസ്സുകാർ അവർക്കിപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ മുന്നണിൻ്റെ സുഖം എന്താണെന്നും ആ മുന്നണിയിലെ കുഴപ്പം എന്താണെന്നും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ മാണിസാറുടെ പാർട്ടി UDFലെ പ്രതാപശാലിയായിരുന്നു KM മാണിസാറ്. ജനാധിപത്യ വിശ്വാസികളുടെ നേതാവായിരുന്നു മാണിസാറ്. ആ മാണിസാറുടെ പാർട്ടിയിൽപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടൻ ഇതുപോലെ കൂടുതൽ ജനങ്ങൾ കൂടിയ ഒരു സദസ്സാണ്. എന്താ MP MLA ഒക്കെ പറയേണ്ടത്? മുഖ്യമന്ത്രിയോട് ഭരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പറയേണ്ടത്. റബ്ബറിന് വിലയില്ല, നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞതാണ് താങ്ങുവില കൊടുക്കാന്ന്. 2 ബഡ്ജറ്റിലുമായി 1300 കോടി രൂപ വെച്ചെങ്കിലും 53 കോടിയാണ് ആകെ റബ്ബർ കർഷകർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ പ്രശ്നം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ പാർട്ടിയിലെ മന്ത്രി റോഷി അഗസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞ് അയാളോട് നിർത്താൻ പറയുന്നു. പരസ്യമായിട്ട് നാട്ടുകാർ കാണുകയാണ്. തോമസ് ചാഴിക്കാടൻ പ്രസംഗിക്കുമ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ പോയിട്ട് ഇയാളോട് പറയാണ്, നിങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കണം. പ്രസംഗം അവസാനിപ്പിച്ചത് പോരാ, മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എണീറ്റു. ഒരു MP കുറിച്ചാണ് പറയുന്നത്, ആ നാട്ടിൽ MP കുറിച്ചാണ് പറയുന്നത്. അയാൾ ചില വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചു. അവിടെ സ്റ്റേഡിയം വേണം, ഇവിടെ ബൈപ്പാസ് റോഡ് വേണം, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയേണ്ടത് ജനപ്രതിനിധികളുടെ ജോലിയാണ്. അതിനല്ലേ ഇത്തരം സദസ്സുകൾ. നമ്മളൊക്കെ അങ്ങനെയാണ് ധരിച്ചത്. പക്ഷേ പിണറായി പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഈ തോമസ് ചാഴിക്കാടൻ ഒരു ചുക്കും അറിയില്ല, ഈ ചടങ്ങ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഒരു പാർലമെന്റ് അംഗത്തെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. കേരള കോൺഗ്രസ്സുകാരൻ നാണം കെട്ട് അത് മുഴുവൻ കേൾക്കേണ്ടി വന്നു. ഞങ്ങളിപ്പോഴും പറയാണ്, വൈകിട്ടില്ല. ഇനിയും അവിടെ നിന്നാൽ ഉള്ള മാനം കൂടി കപ്പൽ കയറുമെന്നുള്ളത് ബന്ധപ്പെട്ടവരെ ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതാണ് അപ്പുറത്തെ സ്വഭാവം. ഇവിടെ ആകുമ്പോൾ അങ്ങനെയായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിരുന്നു, എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ വല്ല സ്വാതന്ത്ര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് ആ ജാതി. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം, റബ്ബറിൻ്റെ വിലയാണ്. അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു?
കുറ്റവിചാരണ നടത്തുമ്പോൾ കുറ്റപത്രം വായിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലെ റബ്ബർ കർഷകരെ, കേരളത്തിലെ മറ്റ് കർഷകരെ ഒക്കെ മറന്ന സർക്കാരാണിത്. ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ പ്രസാദ് ആത്മഹത്യ ചെയ്തു. പ്രസാദിനെ സർക്കാർ കൊന്നതാ. എന്താ കാരണം? പ്രസാദ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നെല്ല് ഗവൺമെന്റിന് കൊടുത്തു. ഗവൺമെന്റിന് നെല്ല് കൊടുത്തു. നെല്ല് കൊടുത്താൽ എന്ത് കൊടുക്കണം? നെല്ല് സംഭരണമാണ്, സർക്കാർ പൈസ അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ ഗവൺമെന്റ് ഒരു കടലാസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും കൊണ്ട് ബാങ്കിൽ പോയാൽ മതി, ഇതും കൊണ്ട് ബാങ്കിൽ പോയാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട. പ്രസാദ് കഴിഞ്ഞ കൊല്ലത്തെ നെല്ല് സർക്കാരിന് കൊടുത്തു. കൊടുത്തതിന് കിട്ടിയ PRS പാഡി റെസീറ്റ് ഷീറ്റ് ഇതുമായിട്ട് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ പൈസ കിട്ടി. പക്ഷെ എന്തായിരുന്നു സംഗതി? അത് ലോണായിരുന്നു. അന്ന് കൃഷിമന്ത്രി പറഞ്ഞു, ആരും പേടിക്കണ്ട, ഈ ലോണൊക്കെ ഞങ്ങൾ അടച്ചു തീർത്തോളും, ആരും പേടിക്കണ്ട. അങ്ങനെ പ്രസാദ് ആ പൈസ വിനിയോഗിച്ചു. ഇത്തവണ പ്രസാദ് വീണ്ടും കൃഷി ഇറക്കി. 3.5 ഏക്കറിൽ നെൽകൃഷി ഇറക്കി. കൃഷിക്ക് വളം ചെയ്യേണ്ട സമയമായി. പ്രസാദ് ബാങ്കിൽ പോയി, എനിക്ക് ലോൺ വേണം. ബാങ്കുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല. എന്താ? കഴിഞ്ഞ തവണ നിങ്ങളെടുത്ത ലോൺ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്, പലിശയും മുതലും ബാക്കിയാണ്. പ്രസാദ് നെട്ടിപ്പോയി, ഞാനൊരു ലോൺ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ സംഗതി? കഴിഞ്ഞ തവണ ഇയാള് സർക്കാരിന് കൊടുത്ത നെല്ല്, നല്ല നെല്ല്, ആ നെല്ലിന് ഗവൺമെന്റ് കൊടുത്ത ഈ PRS എന്ന് പറയുന്ന കടലാസ് ഉണ്ടല്ലോ, അത് ലോണാണ്. ആ ലോണ് ഗവൺമെന്റ് തിരിച്ചടക്കുമെന്നാ പറഞ്ഞത്. തിരിച്ചടച്ചിട്ടില്ല, കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. 1 രൂപ എവിടുന്നും ലോണ് കിട്ടാൻ മാർഗമില്ല. കൃഷി വകുപ്പിൽ പരാതി കൊടുത്തു, അവരും മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അവസാനം ആ കർഷകൻ സാധാരണ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യാ കുറിപ്പുകൾ ഇറക്കാറുണ്ട്. എന്നാൽ ആ ആത്മഹത്യാ കുറിപ്പിന് പകരം അയാളൊരു വീഡിയോ ചെയ്തു. ഇന്ന് മൊബൈൽ ഫോണിന്റെ കാലമാണ്, ഡിജിറ്റൽ യുഗമാണ്. അയാളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ പറഞ്ഞു, അയാളുടെ സഹോദരനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര, എന്നെ ഈ സർക്കാർ തോൽപ്പിച്ചു കളഞ്ഞു സഹോദര. അങ്ങനെ പരാജയപ്പെട്ടവർക്ക്, ചില ലോല മനസ്സുള്ള ആളുകൾ അങ്ങനെയാണ്, അങ്ങനെ പരാജയപ്പെട്ടവർക്ക് ജീവിക്കാനുള്ളതല്ല ഈ ലോകം. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അയാളുടെ കൃഷി നശിച്ചു പോകും, അയാളുടെ കൃഷി മുഴുവനും നശിക്കും. വേറെ ഒരു മാർഗമില്ലാതെ വന്നപ്പോ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. പ്രസാദിന്റെ മരണം, കുട്ടനാട്ടിലെ പ്രസാദിന്റെ മരണം നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ എത്രയെത്ര കർഷകർ, പിണറായിയുടെ ഭരണത്തിൽ എത്രയോ കർഷകർ ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് തന്നെയാണ് ഈ കുട്ടനാട്ടിലെ പ്രസാദ്, നവംബറിലാണത്, 1 മാസം മുമ്പ് കുട്ടനാട്ടിലെ പ്രസാദിന്റെ മരണം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ പത്തനംതിട്ടയിൽ ഓമല്ലൂരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പണം കിട്ടാതെ മറ്റൊരു സാധാരണക്കാരൻ വീട് പകുതി പണിയിൽ നിൽക്കുകയാണ്. അവിടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരണപ്പെട്ടത്. ഒരാഴ്ചയിൽ 2 ദാരുണമായ അന്ത്യം ഈ സർക്കാർ വരുത്തി വെച്ചതാണ്. അദ്ദേഹത്തിന് ലൈഫിൽ ആദ്യത്തെ ഗഡു കൊടുത്തു. 4 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്, 2 ലക്ഷം കൊടുത്തു. ആ സാധു 2 ലക്ഷത്തിൻ്റെ പണിയെടുത്തിട്ട് കാത്തിരിക്കുകയാണ് 2 കൊല്ലമായിട്ട്. അയാൾ മാത്രമല്ല, എത്രയോ ആയിരങ്ങൾ ഭവനരഹിതർ അല്ലേ? നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിവിധ പദ്ധതികളിലൂടെ 5 കൊല്ലം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ പണി പൂർത്തിയാക്കിയപ്പോൾ ലൈഫ് മിഷൻ ഉണ്ടാക്കിയവർ, മിഷന്റെ പേരിൽ വടക്കാഞ്ചേരി ഫ്ലാറ്റിന്റെ പേരിൽ കോടികൾ തട്ടിയവർ എന്താ ചെയ്തത്? ആകെ സ്പിൽ ഓവർ അടക്കം 2 ലക്ഷം വീട് തികക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ 5 കൊല്ലം, 16 മുതൽ 21 വരെ. എന്നാൽ നമ്മളൊരു മിഷനും ഇല്ലാതെ 4.5 ലക്ഷം വീടാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ എത്രയോ സാധുക്കൾ ഞങ്ങൾക്കൊക്കെ അറിയാം. MLA മാരെ കാണുമ്പോൾ ആളുകൾക്ക് പരാതി പറയാനുള്ളത് ഈ ലൈഫ് മിഷന്റെ കാര്യമാണ്. അയാൾക്ക് വേറെ ഒരു പണവും എവിടെ നിന്നും കിട്ടാൻ വഴിയില്ല. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് ആ സാധു കൂലിപ്പണിക്കാരൻ ജീവനൊടുക്കിയതും കേരളം വളരെ പ്രയാസത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ ഭരണത്തിൻ്റെ ഒരു രീതി. എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ രക്ഷിതാക്കളുടെ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് എല്ലാ സ്കൂളിലും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതാ ഇന്ന് അവിടെ യുവജനോത്സവം നടക്കുകയാണ്, അദ്ദേഹം അവിടെ ഉണ്ട്.
വിദ്യാഭ്യാസ മന്ത്രിയുടെ ആഹ്വാനം, എല്ലാ രക്ഷിതാക്കളും കമ്മിറ്റി ഉണ്ടാക്കണം, എന്നിട്ട് നിങ്ങൾ പരമാവധി പണം സമാഹരിച്ച് ഉച്ചക്കഞ്ഞി മുടങ്ങാതെ നോക്കണമെന്നാണ്. രക്ഷിതാക്കളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കഞ്ഞി കൊടുക്കാനാണെങ്കിൽ അവനെ വീട്ടിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അത് സ്കൂളിൽ കൊടുത്തിട്ട് സർക്കാർ വിലാസത്തിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ സ്കൂളിൽ കഞ്ഞി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പം ആ ഡ്യൂട്ടി രക്ഷിതാക്കളോട് പറയണം. രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് കൊടുത്തോളേ, സ്കൂളിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ഉച്ചക്കഞ്ഞി മുടങ്ങി. പഴയ കാലത്തൊക്കെ ഒരു അധ്യാപകൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? കുറേ വർഷക്കാലം സാധാരണ അധ്യാപകനാവും, അത് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്ററായിട്ട് HM ആയിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ ഇപ്പോൾ ഒരാളും HM ആകാൻ ആഗ്രഹിക്കണില്ല. കാരണം HM ആയാൽ ഒരു കൊല്ലം കൊണ്ട് 2-3 ലക്ഷം കടക്കാരനാവുകയാണ്. ഒരാൾ HM രാജിവെച്ചു, ഈ അടുത്ത് ജോലി രാജിവെച്ചു. അയാൾ ഉച്ചക്കഞ്ഞിയുടെ പേരിൽ പുറത്ത് 3 ലക്ഷം രൂപ കടക്കാരനാണ്. തൻ്റെ സ്കൂളിലെ കുട്ടികൾക്കുള്ള കുരുന്നുകൾക്കുള്ള കഞ്ഞി മുടങ്ങണ്ടെന്ന് കരുതിയിട്ട് ഈ സാധു ഹെഡ് മാഷ് പുറത്തുനിന്ന് അരിയും പല വ്യഞ്ജനങ്ങളൊക്കെ കടം വാങ്ങി കൊടുത്തു. പക്ഷെ കടക്കാർ വിടുമോ? 3 ലക്ഷം റുപ്യ കടായ അയാൾക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഹെഡ് മാസ്റ്റർ പണി ഒഴിവാക്കുകയാണ്, രാജിവെക്കുകയാണ്. ഇപ്പോൾ ആരും പ്രൊമോഷൻ വേണ്ടെന്നാണ് പറയുന്നത്. പിണറായി കാലത്തിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളാണ് ഇതൊക്കെ. സാധാരണ മാഷന്മാർക്ക് ഹെഡ് മാഷ് ആവണ്ട, സ്കൂളിൽ കഞ്ഞിയില്ല, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആകെ സ്തംഭിച്ചു, കിഫ്ബി നിർത്താൻ പോകണമെന്ന് പ്രഖ്യാപനം വന്നു. എന്താ കിഫ്ബി ഇത്ര മഹത്തരമായ കാര്യമായിരുന്നു? അല്ല. കിഫ്ബിക്ക് 10% പലിശ തിരിച്ചു കൊടുക്കണം. ഇനിയുള്ള എല്ലാ സർക്കാരുകളും, കേരളം ഒരു 10-25 കൊല്ലം വീടിയാലും തീരാത്ത കടമാണ് കിഫ്ബിയുടെ പേരിൽ ഇവർ വാങ്ങിക്കൂട്ടിയ 60,000 കോടി രൂപയുടെ കടം. അതാണല്ലോ കേന്ദ്രം പറഞ്ഞത്. അതുകൂടി കാണണം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷൻ കൊടുക്കൽ പ്രത്യേക ബോർഡ് ഉണ്ടാക്കി കടമെടുത്തിട്ടാണ് കൊടുക്കണത്. മുമ്പൊന്നും ഇതിനൊന്നും വികസനം നടത്താൻ കടമെടുത്തിരുന്നില്ല. അന്ന് കിഫ്ബി ഉണ്ടായിരുന്നില്ല, പെൻഷൻ ബോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാമ്പത്തിക രംഗത്തെ നിങ്ങളുടെ ദുർവ്യയം, നിങ്ങളുടെ ദൂരക്കാഴ്ചയില്ലായ്മ ഇന്ന് ഈ കേരളത്തെ കടക്കണിയിലേക്ക്, ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഇനിയും എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ധാരാളം നേതാക്കന്മാർ, നമ്മുടെ അഭിവന്ദനായ MP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, വിവിധ UDFൻ്റെ വിവിധ കക്ഷികളെ പ്രതിനിധാനം ചെയ്തൊക്കെ സംസാരിക്കാനുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് കടന്നു വരും. സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ MLA വിഷ്ണുനാഥും ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വേദിയിലേക്ക് വരാനിരിക്കുകയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര രംഗമോ, മുഖ്യമന്ത്രി വലിയ പത്രാസ് പറയല്ലേ. പത്രാസ് പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലെ പോലീസിൻ്റെ സ്ഥിതി എന്താണ്? കോട്ടയത്ത് ഒരു ഗുണ്ട ഒരാളെ കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുചെന്നിട്ടപ്പോൾ പോലീസുകാരൊക്കെ കൂടി എന്താ ചെയ്തത്? പോലീസ് സ്റ്റേഷൻ്റെ വാതിലടച്ചിട്ട് അവർ ജനലിൻ്റെ ഉള്ളിൽ കൂടി പാളി നോക്കുകയാണ്, ഇയാൾ എന്താ കാണിക്കണത്. എങ്ങനെയുണ്ട് പിണറായിൻ്റെ പോലീസ്? ഇങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഇങ്ങനെയല്ലല്ലോ പോലീസ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ പോലീസിൻ്റെ സ്ഥിതി ആണെങ്കിൽ നാട്ടുകാരുടെ സ്ഥിതി എന്താ? ലഹരി വ്യാപിച്ചു സംസ്ഥാനത്ത്, ഗുണ്ടകളുടെ ആക്രമണം വ്യാപിച്ചു. തിരുവനന്തപുരത്ത് ഗുണ്ടകൾ തമ്മിലുള്ള പകയിൽ ഒരു ഗുണ്ടാസംഘം മറ്റൊരു ഗുണ്ടാസംഘത്തിൽപ്പെട്ടവൻ്റെ കാല് വെട്ടിയെടുത്തിട്ട് പച്ചക്കൊരു മനുഷ്യൻ്റെ കാല്, മട്ടൻ്റെ കാലല്ല മനുഷ്യൻ്റെ കാല്, ബൈക്കിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് കൂടി സഞ്ചരിച്ചത് കണ്ട് നെട്ടിയവരാണ് നമ്മൾ, സ്തബ്ധരായി നമ്മൾ. കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മയക്കുമരുന്ന് കൂട്ടായ്മകൾ അവരുടെ ഹബ്ബുകളായി നമ്മുടെ വയനാടും നമ്മുടെ കേരളത്തിലെ കൊച്ചിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന് നിർലോഭമായ പ്രലോഭനങ്ങളും പ്രോത്സാഹനങ്ങളും അപ്പുറത്ത് ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. ആലപ്പുഴയിൽ നമ്മളത് കണ്ടു. വയനാട്ടിൽ ഒരു മയക്കുമരുന്ന് പാർട്ടി, ലഹരി പാർട്ടി, പോലീസ് വളരെ ആവേശത്തോടു കൂടി ചെന്ന് പിടിക്കാൻ ചെന്ന് നോക്കിയപ്പോൾ പോലീസ് 2 അടി പിറകിലേട്ട് നിന്നു. എന്താ കാരണം? അവിടെ കണ്ടവരെ കണ്ടപ്പോൾ പോലീസ് നെട്ടിപ്പോയി. ഒന്ന് കിറുമാണി മനോജാണ്, ഒന്ന് കൊടി സുനിയാണ്. ഇതൊക്കെ ഭരണകക്ഷിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇവരെ പിടിച്ചാൽ പോലീസ് ചുറ്റും. അപ്പോൾ വയനാട്ടിലെ ലഹരി പാർട്ടിക്ക് പിടിക്കാൻ പോയ പോലീസ് പിറകോട്ട് വന്നു. പിന്നെ എങ്ങനെ കേരളത്തിൽ ലഹരി വ്യാപിക്കാതിരിക്കും? ഈ പാവപ്പെട്ട സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയിട്ട് വെയിലത്ത് നിർത്തിയിട്ട് പ്രതിജ്ഞ എടുപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരാണോ ലഹരി വ്യാപിപ്പിക്കുന്നത്? ഭരണകക്ഷിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്, പോലീസിൻ്റെ വീഴ്ചയുണ്ട്. അപ്പം ഇങ്ങനെ കേരളം എല്ലാ മേഖലയിലും അരക്ഷിതാവസ്ഥയും ഭരണരംഗത്തെ മുരടിപ്പും
വികസന തകർച്ചയുമൊക്കെയായി മുന്നോട്ട് പോകുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ജനാധിപത്യ ശക്തികളിൽ നിന്ന് ഉയർന്നു വരണമെന്നുള്ളതാണ് ഈ പ്രതിഷേധ സദസ്സിലൂടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതാ 2024, ഇത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതിന് കുറെ കൂടി പ്രാധാന്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കണം. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന ഒരു ഫാസിസ്റ്റ് കരാള ഭരണമാണ്. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. പ്രിയപ്പെട്ട ബാപ്പുജിയുടെ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഗാന്ധി ഘാതകന്മാർക്ക് ഈ മണ്ണിനെ വിട്ടുകൊടുത്തുകൂടാ. ഗാന്ധിജിയെ കൊന്ന സവർക്കർക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളത്തിൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത കൊടിയ പാതകം ചെയ്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ. അവർ വീണ്ടും രാജ്യം ഭരിച്ചാൽ ഈ രാജ്യം ഒരു ഫാസിസ്റ്റ് രാജ്യമായി മാറും. എന്താ ഫാസിസം എന്നിങ്ങനെ നമ്മൾ ചോദിക്കാറില്ല. ഇപ്പൊ കണ്ടുതാ ഈ പ്രേമചന്ദ്രൻ അദ്ദേഹം ഉൾപ്പെടെ ഇന്ത്യയിലെ പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ച 146 MP-മാരെ പുറത്താക്കിയത് നമ്മൾ കണ്ടു. പ്രതിഷേധിക്കുന്നവർ ഇതിനകത്ത് വേണ്ട. അതാണ് ഫാസിസം. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? എന്താണ് അതിന് അടിസ്ഥാനപരമായ കാരണം? പാർലമെന്റിന്റെ അകത്ത് ഇത്ര വലിയ സുരക്ഷയുള്ള ഈ നാട്ടിൽ, ശക്തനായ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയുമുള്ള ഈ നാട്ടിൽ 4-5 പേര് കയറിയിട്ട് വിഷവാതകം പ്രയോഗിച്ചു. വലിയ സുരക്ഷാ വീഴ്ചയാണ്. അത് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടവരെ മുഴുവനും പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. ഇതാണ് ഫാസിസം. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ, നമ്മുടെ നയസമീപനങ്ങളിൽ മാറ്റം വരുമ്പോൾ, രാജ്യത്ത് അക്രമങ്ങൾ പെരുകുമ്പോൾ, ഇവിടെ RSSന്റെ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ, അതിനെതിരായി ഗാന്ധിജിയുടെ ഇന്ത്യയെ, മതേതര ഭാരതത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് 2024 തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ഈ സംസ്ഥാനത്തെ ഇന്ന് വല്ലാത്ത ഒരു പതനത്തിലെത്തിച്ചിരിക്കുകയാണ്. അവർക്കും അതിശക്തമായ പ്രഹരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ 2 മഹത്തായ ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക ഈ വരുന്ന 24 തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതിന് ജനാധിപത്യ കേരളം സജ്ജമാകണം എന്ന ആഹ്വാനമാണ്. UDFന്റെ പ്രവർത്തകന്മാർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന ആഹ്വാനമാണ് ഈ സദസ്സിലൂടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ കടന്നു വന്ന മുഴുവൻ സഹോദരിമാരെയും സഹോദരങ്ങളെയും നേതാക്കന്മാരെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.